ഉയ് എന്താ ചെയ്തത്? പപ്പാൻ്റെ ഷൂവിൻ്റെ അടുത്ത് ഊയിൻ്റെ ഷൂ വെക്കുള്ളൂ. ഉമ്മാൻ്റെ ഷൂ വെച്ചാളാ. പപ്പാൻ്റെ ഷൂവിൻ്റെ അടുത്ത് ഉമ്മാൻ്റെ ഷൂ വെക്കുക. അവൾ ഇവിടെ ഷൂ, എൻ്റെ ഷൂ ആയിരുന്നു ഇവിടെ, അത് മാറ്റിക്കണ്ട് അവളുടെ ഷൂ കൊണ്ട് വെച്ച്. വാ. എന്ത് കളിക്കണ? പപ്പടെ എവിടെ? ആ പപ്പ കഥ എഴുതുക. എന്താ ചിരി? ആ സൈക്കിള് പുറത്ത് വെച്ചിട്ട് എൻ്റെ കളറ് മാറി. നമുക്ക് ചേറിട്ടാ. ഉമ്മ പപ്പാൻ്റെ അടുത്ത് ഇരിക്കട്ടെ. ഉമ്മ പപ്പാൻ്റെ അടുത്ത് ഇരിക്കാം. എന്ത് കാണിച്ചിരുന്നു? പപ്പാൻ്റെ അടുത്ത് പോകാനുള്ള വഴി കാണിച്ചിരുന്നു. ഹലോ ഹലോ, കുറേ ദിവസമായി. ഓഫ്, ഇതെന്തിനാ അതിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നത്? മിക്സ് എന്ത് മിക്സ്? എന്താ മിക്സ് ചെയ്യണേ? ബ്രൗൺ. എന്ത് മിക്സ് ചെയ്തത്? പിങ്ക് ഗ്രീൻ മിക്സ്. മിക്സ് 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 എന്താ? ബ്രൗൺ. നിങ്ങളെന്താ സീരിയസ് ആയിട്ട്? കൊതുക് കടിക്കണം. ഇനി എന്താ മുഖത്ത് നിൽക്ക്? നിങ്ങൾ ഇവിടെ കൊതു കടിച്ചിരുന്നു. റെഡ് കളർ ആയിരിക്കും. പിന്നെ ഇവിടെ നിന്നിരുന്നു കുറേ ദിവസമായി നമ്മളിങ്ങനെ ഇരിക്കണം വിചാരിക്കണം അല്ലേ? നല്ല വൈബാണ്, പക്ഷേ നല്ല കൊതുകുണ്ട്. അപ്പം നിങ്ങളെന്തിനാ അവിടെ ഇരുന്നത്? നിങ്ങൾ ഇരുന്നിട്ടില്ല, ഇപ്പം ഞാൻ ഇരുന്നത്. മഴ പെയ്യാനായാ? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിക്കയാണ് ഇത് മുഴുവൻ ചെയ്തതെന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവിടെ ആളെ വെച്ചിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ റൂയിമോൾക്ക് ഇന്ന് ഒട്ടും വയ്യായിരുന്നു, പനി ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഒരു 11:30 ആയപ്പോൾ അവൾക്ക് ഒട്ടും വയ്യ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇക്ക വേഗം പോയിട്ട് കൊണ്ടുവന്നു. അപ്പോഴൊന്നും ടെമ്പറേച്ചർ ഒന്നും കണ്ടില്ല കേട്ടോ. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ അങ്ങോട്ട് ടെമ്പറേച്ചർ കൂടി. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഗാരോ ഏസ് വെറ്റ് ഡ്രൈ ബ്ലോ ഫംഗ്ഷനുള്ള വാക്യൂം ക്ലീനറിനെ പറ്റിയിട്ടാണ്. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട്, ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അന്ന് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും മാസങ്ങളിത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഒരു വയർ കണ്ടോ, അത്രയും ലെങ്തി ആണ്. എവിടേക്ക് വേണമെങ്കിലും നമുക്ക് നീട്ടി ഇത് കൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന് വീൽസ് ഉണ്ട്, 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വീൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈസിയാണ് നമുക്കിതിങ്ങനെ തള്ളിക്കൊണ്ടുപോകാനൊക്കെ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയും നല്ല ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സാധാരണ വാക്യൂം ക്ലീനർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസി ടു യൂസ് ആണ്. ഇനി നമുക്ക് ഓരോ സംഭവങ്ങളും ഇതിൽ ഫിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ബ്ലോവർ, അത് ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതും ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് ഒരാളുടെ ഹെൽപ്പൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഫിക്സ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോസ് പൈപ്പ് അതൊന്ന് ഫിക്സ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പുതുതായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നൂല കേട്ടോ. പിന്നെ ഇതിൻ്റെ ടെലസ്കോപ്പിക് ട്യൂബ്, അതായത് ഈ ഒരു ട്യൂബ് നമുക്ക് നീട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹോസ് പൈപ്പിൽ ഈ ടെലസ്കോപ്പിക് ട്യൂബ് ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഏത് ബ്രഷാണോ, വെറ്റ് ബ്രഷാണോ അല്ലെങ്കിൽ ഫ്ലോർ ബ്രഷാണോ വേണ്ടത് അത് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് വെറ്റ് ബ്രഷാണ്, അതായത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇത് ഡ്രൈ സർഫസ്, അതായത് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ്. അതുപോലെ തന്നെ ഇത് തുറക്കാൻ നല്ല സിമ്പിളാണ്. ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഡസ്റ്റ് ബാഗ് ഉണ്ട് കേട്ടോ. ആ ബാഗ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ കളക്ട് ചെയ്യുന്ന. ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൻ്റെ അകത്താണ് ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഞാനിതാ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. തുറക്കാനും അടക്കാനൊക്കെ എളുപ്പമാണ്. ഇനി നമുക്ക് പവർ ഓൺ ചെയ്തിട്ട് ആദ്യം നമുക്ക് ഫ്ലോർ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഫ്ലോർ ബ്രഷ് വെച്ചിട്ട് നല്ല പൊടികൾ, അതുപോലെ തന്നെ നമ്മൾ അഴുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, ഡ്രൈ ആയിട്ടുള്ള സർഫസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ കാർപ്പറ്റ്സ്, താഴെ കിടക്കുന്ന കാർപ്പറ്റുകൾ, അങ്ങനെ ചവിട്ടി അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഫ്ലോർ ബ്രഷ് ഭയങ്കരമായിട്ടോ നന്നായിട്ട് നല്ല പ്രഷറിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നന്നായിട്ട് പൊടി വലിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നമ്മുടെ പുതിയ വീടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സോഫേൻ്റെ താഴെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അതുപോലെ കോർണേഴ്സൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഫ്ലോർ ബ്രഷ് വെച്ചിട്ട്. ടിഷ്യൂ പേപ്പർ ഞാനിതാ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡെമോ ആയിട്ട് ഇട്ട് കൊടുത്താണ്. അതൊക്കെ വലിച്ചെടുക്കുന്നത് കണ്ടോ, അത്രയും നല്ല പ്രഷറിലാണ് അത് വലിച്ചെടുക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡസ്റ്റൊക്കെ നന്നായിട്ട് റിമൂവ് ആവും കേട്ടോ. അടുത്തത് ഈ ടെലസ്കോപ്പിക് ട്യൂബിൽ വെക്കാൻ പോകുന്നത് ക്രെവിസ് നോസിലാണ്. ഈ ഒരു ക്രെവിസ് നോസിൽ വെച്ചിട്ട് നമ്മൾ വിൻഡോസിൻ്റെ സൈഡ്സിലൊക്കെയുള്ള പൊടികളൊക്കെ നമുക്ക് എടുക്കാൻ ഭയങ്കര പാടല്ലേ. ഇവിടെയൊക്കെ ഫ്ലൈസൊക്കെ ചത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ അതൊക്കെ ഇത് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയുള്ള 3 മൈക്രോ പൊടികൾ വരെ നന്നായിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ. അത്രയും നല്ല പവർഫുള്ളായിട്ടാണ് നമുക്ക് ഈ ക്രെവിസ് നോസിൽ വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോർണേഴ്സ്, ഇനിയിപ്പം ചിലർക്കൊക്കെ പുറത്തേക്ക് പാഷ്യൂ ഏരിയ ഒക്കെ ഉണ്ടാവും, അതിൻ്റെ ഡോസൊക്കെ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഈ ഒരു ക്രെവിസ് നോസിൽ വെച്ചിട്ട് കേട്ടോ. അതുപോലെ വിൻഡോസിൻ്റെ സൈഡ്സിൽ, ബ്ലൈൻഡ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ക്രെവിസ് നോസിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ ടെലസ്കോപ്പിക് ട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഹൈറ്റിലൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു ക്രെവിസ് നോസിൽ വെച്ചിട്ടേ. ഓക്കെ, അപ്പം ഡോസിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഈ ക്രെവിസ് നോസിൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി ഞാൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പൊടി വലിച്ചെടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഞാൻ ഇട്ടതാണ്, ബാക്കി പൊടികൾ കണ്ടില്ലേ, നന്നായിട്ട് പൊടി ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വെറ്റ് അബ്സോർബിങ് ബ്രഷ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മളെ ആ ഒരു ഡസ്റ്റ് ബാഗില്ലേ അതെടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിൽ അഴുക്ക് പിടിക്കും. വെറ്റ് അബ്സോർബിങ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഡസ്റ്റ് ബാഗ് എടുത്ത് മാറ്റാം. അപ്പോൾ കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ, ഞാൻ വെള്ളം ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് മൾട്ടി പർപ്പസ് ബ്രഷ്. ഇതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് സോഫ, കുഷ്യൻസ് ഇതൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ഈ സോഫയിലൊക്കെ പൊടികളൊക്കെ വീണ് കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ ഈ ഒരു വാക്യൂം ക്ലീനറിന് ബ്ലോ ഫംഗ്ഷനും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്ലോവർ നേരെ ബാക്കിൽ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഞാനിതാ തിരിച്ച് ബ്ലോ ഫംഗ്ഷൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ആ ബാഗില്ലേ, ആ ബാഗിലാണ് ഞാനിതൊന്ന് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരുന്നത്. അതിലോട്ട് ഇതാ ബ്ലോ ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. അത്രയും നല്ല പൊടികളൊക്കെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ബ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ പൊടി കളയുന്നത് ഞാനിത് വെച്ചിട്ടാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് താഴെ പിൻ്റെ കമൻറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. സോ ബാക്ക് ടു നമ്മുടെ വ്ളോഗിലോട്ട് കിടക്കാം. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, റോയ്ക്ക് ഭയങ്കര ടെമ്പറേച്ചർ കൂടി വൈറൽ ഫീവറൊക്കെ ആയിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഉമ്മാനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മ എന്നും ഡെയിലി വീഡിയോസിൽ കാണിക്കാത്ത വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ കാര്യത്തിൽ ബിസി ആകുമ്പോൾ ഉമ്മയും ബിസി ആവും, അങ്ങനെ. പിന്നെ റീനുദ എല്ലാവരും നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയം കേട്ടോ. Papa biscuit എടുക്കരുത് കേട്ടോ. Papa This my biscuit. Tweedo cake ഉണ്ടല്ലോ. ഉമ്മ കളിക്കട്ടെ. മമ്മി പപ്പി ഉയിങ്ങടി. അതെടുക്കാം. നീ എടുക്ക് കളിക്ക്. വേണ്ട ഇനി കണ്ടിന്യൂ ചെയ്തോ. പപ്പ കാണണ്ടേ? കാണണ്ട. ആരാ ജയിക്കുക? ഞാൻ പാപ്പന്റെ കൂട്ടി. എങ്ങനെ ആക്ക കൈ എങ്ങനെ ആക്കല്? എങ്ങനെ ആക്കല് പോയി? റൈറ്റ് ആക്കിനില്ല. Papa 2 points. Go to way. Or tavare randolo. Orange in there.
ഓറഞ്ച് ഇരിക്കല ഓറഞ്ച് എടുക്കരുത്. അവൾ കേക്കും ഓറഞ്ചും ഒന്നും എടുക്കരുത് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതൊക്കെ ശരിക്കും ഞാൻ വെറുതെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സീനുകളൊക്കെ മാറുന്ന കാണാം. ഒരു സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. ചെറിയൊരു പനി, ഇങ്ങനെ ടെമ്പറേച്ചർ ഉണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ റൂയിക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലീൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക. ആ ഒരു തിരക്കിലായിരുന്നു നിൽക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോഴൊന്നും ടെമ്പറേച്ചറിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇഡ്ഡലീൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ആ സെയിം മെഷർമെൻറ്റ് തന്നെ, മീൻസ് ഏത് കപ്പിലാണോ പച്ചരി മെഷർ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ 3/4 കപ്പ് ഉഴുന്ന് കേട്ടോ. പച്ചരി ഉഴുന്ന് ഒരുമിച്ച് മിക്സ് ചെയ്യണ്ട. പച്ചരി വേറെ സോക്ക് ചെയ്ത് വെക്കാം, ഉഴുന്ന് വേറെ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പച്ചരി ഇതാ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകിയെടുക്കണം, നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഉഴുന്ന് ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പിൻ്റെ മെഷറിങ് കപ്പാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെ കുറച്ചും കൂടെ എടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്നിൻ്റെ കൂടെ സോക്ക് ചെയ്ത് വെക്കാനുള്ളത് 2 ടീസ്പൂണ് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ചിലർ പച്ചരിയും ഉഴുന്നും എല്ലാം കൂടി ഒരുമിച്ച് കമ്പൈനാക്കി വെക്കാറുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. രണ്ട് പാത്രത്തിലാണ് സോക്ക് ചെയ്ത് വെക്കാറ് കേട്ടോ. അപ്പോൾ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട്, പച്ചരിക്ക് പകരം ഇഡ്ഡലി റൈസും എടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു റെസിപ്പി. പക്ഷെ എന്നാലും പെർഫെക്റ്റ് ഇഡ്ഡലി കിട്ടുന്നില്ല, പെർഫെക്റ്റ് ദോശ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓരോന്ന് വെക്കുന്നത് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കണം. അതുപോലെ തന്നെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കൂലേ, ഒരു 3 മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം. 3-4 മണിക്കൂർ ഇതെല്ലാതും. അതുകൂടാണ്ട് അരച്ച് വെച്ചിട്ട് ഒരു ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ 8-10 മണിക്കൂർ എന്തായാലും വേണം. മീൻസ് ചൂടല്ല, ഈ ഒരു ടെമ്പറേച്ചർ കാലാവസ്ഥയിൽ, ഇപ്പം മഴയും ചൂടും എല്ലാം കൂടി ഒരു കാലാവസ്ഥയല്ലേ. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു 7 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റാവും. അപ്പോഴത് ഞാൻ സോക്ക് ചെയ്ത് വെച്ച സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത്. റോഹിക്ക് ഭയങ്കര ടെമ്പറേച്ചറായിട്ട് ഒക്കെ പറഞ്ഞ് പുറത്ത് പോകണം, ഡോക്ടറെ അടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവിടെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇത് വൈറൽ ഫീവറാണ്, പനിയുണ്ട്, പക്ഷേ പുറത്തേക്ക് കണ്ട് വല്ലാണ്ടില്ല. പക്ഷെ ആൾ ഭയങ്കര ക്ഷീണം വരിക, ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. പിന്നെ നെക്സ്റ്റ് ഡേ ഭയങ്കര ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഡോക്ടറെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവറാണ്, എന്തായാലും ഒരു 3 ദിവസം എന്തായാലും ടെമ്പറേച്ചർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് മാറില്ലെങ്കിൽ വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു, ആൻറ്റിബയോട്ടിക്കും ഉണ്ട് കേട്ടോ. പെട്ടെന്നാണ് കുട്ടിക്ക് വയ്യാണ്ടായത്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉണ്ട് ചെറുതായിട്ട് ടെമ്പറേച്ചർ, പക്ഷേ അധികം ഇല്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ നന്നായിട്ട് കൂടി. റൂയി ആണെങ്കിൽ പറ്റ വയ്യാഞ്ഞാലേ ഒന്ന് കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് കിടത്താൻ തന്നെ ആയിരുന്നു. പനി മാറിയാ നോക്കട്ടെ, ഡോക്ടർ ഇഞ്ചക്ഷൻ അടിച്ചാ? ഇഞ്ചക്ഷൻ വേണോ? എന്നാൽ മരുന്ന് കുടിക്കുമോ? അന്നൊക്കെ നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ, നല്ല കുട്ടിയാണ്. അവരൊന്നും നല്ല കുട്ടികളല്ല, ഈ മാത്രം നല്ല കുട്ടി. കണ്ണൊന്നും വയ്യ. സംസാരിക്കണ്ട കേട്ടാ, സംസാരിക്കണ്ട കേട്ടാ. ആർക്കും വയ്യ, സംസാരിക്കണ്ട. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് എന്തിനാ ഇത്രയും ടെമ്പറേച്ചർ ആവുന്നവരെ കാത്തു നിന്നതാണ്. പക്ഷെ നമുക്ക് സിംറ്റംസ് ഒന്നും കണ്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ചെറുതായിട്ട് ക്ഷീണമൊക്കെ ചെറിയൊരു ചൂടൊക്കെ കണ്ടാൽ വേഗം തന്നെ ഡോക്ടറെ കാണിച്ചോളൂ. അപ്പോൾ നല്ല വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ട്. എവിടെ വിളിച്ചു വയ്ക്കുമ്പോഴും എല്ലായിടത്തും പനി തന്നെയാണ്. അതും കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പനിയാണ്. അപ്പോൾ പനിയൊന്നും എടുത്തു വെക്കണ്ട, വേഗം തന്നെ ഡോക്ടറെ കാണിക്കുന്നത് നല്ലത്. ഇപ്പം 2 ദിവസമായിട്ട് റോയിക്ക് പനിയുണ്ട്. ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞത്. കുട്ടിക്ക് വയ്യേ? പാവാണ്. നീ കുറച്ച് ദിവസം സ്കൂളിൽ പോകണ്ട കേട്ടാ. ഈ പനി മാറി അല്ലാണ്ട് പോകണ്ട, വൈറൽ ഇൻഫെക്ഷൻ ആണ് കേട്ടാ. എന്ത്?
ചോര വന്നിട്ടില്ല ഇന്ന്. ഡോക്ടർ ഇഞ്ചക്ഷൻ അടിച്ചില്ല റൂഹിനെ. ഒരു ഇഞ്ചക്ഷന് മരുന്ന് കുടിക്കാന്ന് പറഞ്ഞോണ്ടാണ് ഇഞ്ചക്ഷൻ അടിക്കാഞ്ഞത്. ഡോക്ടർ ഇവള് പറഞ്ഞു ഞാൻ മരുന്ന് കുടിച്ചോളാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ പിന്നെ ഇന്ന് പിന്നെ ഇഞ്ചക്ഷൻ അടിക്കണ്ടെന്ന്. ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. നല്ല ഡോക്ടർ. കാര്യം എഴുതിട്ടാ റൂഹിമോളെ. വൈറ്റ് ആ വൈറ്റ്. ആ എന്താ മിക്സ് ചെയ്യല് റൂഹി? ബ്ലാക്ക് റെഡ് മിക്സ്. ആ വൈറ്റ് വൈറ്റ് ബ്ലാക്ക് വയലറ്റോ? ആ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് റെഡ് വൈറ്റ് എങ്ങനെയാവുന്നത്. ബ്ലാക്ക് റെഡ് വയലറ്റിന്റെ പർപ്പിളാണ്. പർപ്പിളാ? ഓക്കെ. പപ്പ അങ്ങനെ എന്താ മിക്സ് ചെയ്യണത്? റെഡ് യെല്ലോ മീൻസ് ഓറഞ്ച്. നോ ഇറ്റ് ഈസ് റെഡ് ബ്ലാക്ക് മീൻസ് നാളെ മുഹറം 1. റെഡ് ബ്ലാക്ക് മിക്സ്. ഇന്നല്ല. കുട്ടാ ചോറ് ഇട്ടാ ആ ഇപ്പൊ തണുത്തല്ലോ. നേരത്തെ എന്താ കൈ തണുത്തിക്കണോ? ടെമ്പറേച്ചർ എത്രയാ പറഞ്ഞത്? 103, 102.8. വേണ്ട അത് ചോറ് ഇട്ടിട്ടാണ്. നോ നോ ഓപ്പൺ നോ ഓപ്പൺ നോ ഓപ്പൺ. നീ തുടച്ചേരട്ടാ വാ. പിന്നെ ഏതായാലും മെനക്കെട്ട് പോയി. ഇതൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്നതിനിടയ്ക്കല്ലേ ഇപ്പം ഡോക്ടറെ കാണിക്കാനൊക്കെ പോയത്. അപ്പം ഇനി അത് അരച്ചെടുക്കാനുണ്ട്. പിന്നെ കഞ്ഞി ഉണ്ടാക്കിയെന്ന് രാത്രിത്തേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട്. പക്ഷെ ചിലരൊക്കെ വിചാരിക്കുന്നത് എപ്പോഴും ഭയങ്കര ഹെവി ഫുഡൊക്കെ ആണെന്നാണ്. പക്ഷേ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ വീഡിയോ എടുക്കാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ വറ്റിച്ചതും കഞ്ഞിയും. ചിക്കൻ വറ്റിച്ചത് വേറെ ഉണ്ടാക്കാനായിരുന്നു, ദോശയൊക്കെ ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ ദോശ ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പോൾ കഞ്ഞി വേഗം ഉണ്ടാക്കി എല്ലാവർക്കും ഇപ്പോൾ അതാ നല്ലതെന്ന് വിചാരിച്ചിട്ട്. എനിക്കിഷ്ടമല്ല കേട്ടോ കഞ്ഞി, അത് വേറെ കാര്യം. എന്താ പാട്? കഞ്ഞി കുടിച്ചാ? ചൂടുണ്ടോ? കണ്ണ് നോക്കട്ടെ. എന്നാ കുറച്ച് കയറുന്നോ? ശരിയാവുക ചൂടുണ്ട് അല്ലേ? വേറെ ടേസ്റ്റ് ഒന്നും റിസ ആ പുറത്ത് ലൈറ്റ് ഒക്കെ ഓഫ് ആയിക്കോളാം. കുട്ടാ ഉയ് കുടിച്ചാൽ അയ്യേ, ഈ കുട്ടികൾക്ക് പനി വന്നാൽ പിന്നെ പറയണ്ട, നമ്മളെല്ലാവരുടെയും മൂഡ് പോവും. കാരണം മരുന്നും കുടിക്കില്ല, വയ്യാന്ന് പറഞ്ഞിട്ട് കരയും ചെയ്യും. കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് അരച്ചെടുക്കുകയാണ്. എനിക്കാണെങ്കിലും ഒരു മൂഡില്ല ഇതൊന്നും ചെയ്യാൻ. പിന്നെ അങ്ങോട്ട് എന്തായാലും ആക്കി വെച്ചല്ലോ. സോക്ക് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഇതൊന്നും ചെയ്യൂലായിരുന്നു. രാവിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യും വേണം. അങ്ങനെ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആക്കി. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് സോക്ക് വെച്ചിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളത്തിലാണ് ഞാൻ അരി അരച്ചെടുത്തുള്ളത്. അത് നല്ല ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. ഈ ഉലുവ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ടേ അത് നല്ല ഫെർമെൻ്റ് ചെയ്യാൻ നല്ലതാണ് ആ ഒരു വെള്ളം. അങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഉപ്പ് രാവിലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ളൊരു മൂടില്ല. നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ ഭയങ്കര പനിയായിരുന്നു. റൂഹിക്ക് പനിച്ചത് കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ നാക്കി വെച്ചെന്ന് നോക്കുമ്പോൾ ആൾ ഭയങ്കര ക്ഷീണത്തിൽ കിടന്നു. ഇങ്ങനെയൊന്നും ഉറങ്ങാറില്ല ആൾ. ചുണ്ടൊക്കെ നല്ല റെഡ് കളറായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കി ഞാൻ തന്നെ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കി തുടച്ചു കൊടുത്ത് അങ്ങനെ ഒരു ടെൻഷനായിരുന്നു അന്ന് മുഴുവനും. പിന്നെ രാവിലെ അവൾക്ക് ഇഷ്ടമാണ് ഈ ഗീ റോസ്റ്റ് ഇഡ്ഡലിയൊക്കെ. അപ്പം നല്ല ചൂടുള്ള ഗീ റോസ്റ്റ് ആക്കി കൊടുത്തു. ഒന്നുകൂടെ ഫെർമെൻ്റ് ആവാനുണ്ടായിരുന്നു മാവ്. എന്നാലും കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ വിചാരിച്ചിട്ടേ ചട്നി ഇതൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും കാര്യമായിട്ട് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു ദിവസത്തെ കാര്യം പറയണ്ട, ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ഒന്നും വീഡിയോ എടുക്കാനും പറ്റില്ല. ഒരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമായിരുന്നു അന്നത്തെ ഒക്കെ കേട്ടോ. പിന്നെ മോൾക്ക് പനിയും എല്ലാം കൂടി ആയിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.